നോക്കിയാൽ നിങ്ങൾ 14-ാമത്തെ വയസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹാജ യത്തീമായി. പിന്നീട് ആ ഹാജയുടെ കാമുന്നണലും ഉപ്പ കൊടുത്ത കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മുന്തിരി തോട്ടങ്ങൾ, ഒരു ആസുങ്കല്ല്, കുറച്ച് നാണയവും. ഇതിനായിട്ട് ജീവിക്കുന്ന സമയത്തിലല്ലയോ ഖന്ദൂസിക്കാരനായ അഷേഖ് സയ്യിദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം ഹാജയെ കാണുന്നത്, ഹാജയുടെ തോട്ടത്തിലേക്ക് വന്നത്. ഹാജ റളിയല്ലാഹു അൻഹു അവർക്ക് മുന്തിരികളും പാനീയങ്ങളും കൊടുത്തത്. ഇത് കൊടുത്ത് നല്ല സൽക്കരിച്ചു. ഖന്ദൂസിയക്കാരനായ ഷെയ്ഖ് ഇബ്രാഹിം എന്നവർ അവരുടെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു ഉണക്ക റൊട്ടിയെടുത്ത് തന്റെ വായുച്ചുകൊണ്ടത് ചവച്ച് 14-കാരനായ ഹാജയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആനായ ഹാജയുടെ വയറ്റിലേക്ക് എത്തലോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിനു മുമ്പേ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാജ പലയിടങ്ങളിലായി ദർസ് പഠനം നടത്തി, ഭയങ്കര ആലിമായി. അതിനുശേഷമാണ് ഹാജ ഹബീബ നബി തങ്ങളുടെ സ്വപ്നത്തിലൂടെ ഹാജയോട് മദീന ഒന്ന് വരണം എന്ന് ഹാജയോട് അറിയിച്ചതിന്റെ പേരിലാണ് ഹാജ മക്കയിലേക്ക് പുറപ്പെടുന്നത്. അവിടുന്ന് പിന്നീട് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്നു. അവിടെ ധാരാളം സമയം ചെലവഴിച്ചു, ദിവസങ്ങൾ ചെലവഴിച്ചു. മദീനത്ത് നിന്നൊരു വിളിയാളം കേട്ടു, സുൽത്താനുൽ ഹിന്ദ് എന്ന്. ഇന്ത്യയുടെ സുൽത്താനാണ് തങ്ങൾ, തങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അവിടെയാണ് തങ്ങളുടെ ജനനം, അവിടെയാണ് തങ്ങളുടെ ജീവിതം, അവിടെയാണ് തങ്ങളുടെ മരണം, അവിടെയാണ് നിങ്ങൾ മറവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ദഅവത്തിന് വേണ്ടി പോകണം. ഹാജിദ് കേട്ടപ്പോൾ ദഅവത്തിനായി സ്വന്തം നാട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ബുഖാറയിലൂടെ ബൽഖയിലൂടെ. ഇവിടെ എന്തൊക്കെയാ പറയണേ? ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രമാണം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം തെളിയിക്കാമോ? ഒന്ന്, സ്വപ്നം ഇസ്ലാമിന് പ്രമാണമല്ല. പേരോടൊക്കെ തെളിച്ച് പറഞ്ഞ ആളാണ്. സ്വപ്നം എന്തല്ല, ഇസ്ലാമില് പ്രമാണമല്ല. അമ്പിയാക്കളുടെ സ്വപ്നമല്ലാത്ത വേറൊരാളുടെ സ്വപ്നവും എന്തല്ല, പ്രമാണമല്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? അതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ട പോയിന്റ്. ഞാൻ ശരിക്കും സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഒന്ന്, ഞാൻ ചില ചരിത്രങ്ങൾ പറയാം. ഈ വിഷയമായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അറഫയിൽ നബി ഒറ്റ ഹജ്ജാണ് ചെയ്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിൽ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അലാ ഫലുബല്ലിഗി ഷാഹിദിൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എന്ത് ദഅവത്ത്? അല്ലാഹുവിന്റെ ദീൻ. അദ്ദഅവതു ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഞാനും എന്നെ പിൻപറ്റിയവരും നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത് അറഫയില്, ആ അറഫയിൽ നിന്നുകൊണ്ട് മുത്തുനബി പറയാണെന്ത്? അലാ ഫലുബല്ലിഗി ഷാഹിദിൽ ഗായിബ. ഇത് ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മാത്രമല്ല കേട്ടോ, അല്ലാഹു മിശ്ഹദ്, അല്ലാഹ് നീ സാക്ഷി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. ആകാശത്തേക്ക് കൈ ഉയർത്തി ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ് പറഞ്ഞു, അല്ലാഹ് നീ സാക്ഷി, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. പടച്ചോനേ നീ സാക്ഷി. വിവരമുള്ളവരെ എന്ത് മനസ്സിലായി? നബിയുടെ വഫാത്തോടുകൂടി നബിയെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. ഇനി ഈ ദൗത്യം ആർക്കാ? ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ്. ഓർക്കണം, നിങ്ങൾ ഓർക്കണം, ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ്. ആ സ്വഹാബിമാരെ എന്നിട്ട് അർണോൾഡ് ടോയംബി, മാത്യു അർണോൾഡ്, ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, വിഖ്യാതമായ ഗ്രന്ഥാണ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രചാരവും ഇസ്ലാമിന്റെ പ്രബോധനവും എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വിഖ്യാതനായ യൂറോപ്യൻ എഴുത്തുകാരൻ പറയാണ്, ഈ അറഫയുടെ ചുറ്റിലും നിൽക്കുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകം കേട്ടു. ഏത്? ഇവിടെ ഹാജറുള്ള നിങ്ങൾ ഹാജറില്ലാത്ത ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇസ്ലാം എത്തിച്ചു കൊടുക്കണം എന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം പറയാണ്, ഒട്ടകപ്പുറത്തിരുന്നവർ, അതുപോലെ കുതിരപ്പുറത്തിരുന്നവർ, ഭാഷയറിയാത്തവർ, ദിഭാഷികളില്ലാതെ, പാതയമില്ലാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി. എന്നിട്ട് അതിലൊരു പോയിന്റ് പറയാണ്, മക്കത്ത് ഒരു റക്അത്ത് നിസ്കരിച്ച 1 ലക്ഷം കൂലി കിട്ടുന്ന മക്ക വിട്ട്, മദീന വിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പ്രഗത്ഭരായ സ്വഹാബിമാര് പോയി. ഇനി ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ പ്രഗത്ഭരായ പല സ്വഹാബിമാരുടെയും ഖബർ മക്കയിലും ഇല്ല, മദീനയിലും ഇല്ല.
അന്ന് ജീവിച്ച ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവർ പോയി. മാലിക് ബിൻ ദീനാർ ഇങ്ങോട്ട് വന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കൂ. ഈ ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? ദേവത്തായിരുന്നു. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായിട്ട് അബൂബക്കർ സിദ്ദീഖിനെയോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വലിയനെയോ നബി വിളിച്ചു വരുത്തിയ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇത് ഈ നിങ്ങള് നബി സ്വപ്നം കണ്ടു എന്നും മദീനത്തേക്ക് മക്കത്തെത്തി എന്നും മക്കത്തെത്തിയിട്ട് നബി ഒരിക്കൽ വിളിച്ചു എന്നും നബിയുടെ അടുത്ത് ചെന്ന് കുറെ ദിവസം അവിടെ താമസിച്ചു എന്നും നിങ്ങൾ ദേവത്തെ എടുത്താൻ പോണമെന്നും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നും അവിടെ തന്നെ മരിച്ചു എന്നും ഒക്കെ നബി പറഞ്ഞു. എന്ത് തെളിവ്? എന്തിന്റെ പേരിൽ? വിശ്വാസികളെ, നമ്മുടെ ബാധ്യതയല്ലേ ദേവത്ത്? അതിനെ നബി വിളിക്കാൻ കാത്ത് കണ്ട. കാരണം റസൂൽ പറയണത് ഞാൻ എത്തിച്ചു തന്നു, എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. ഇനി നേരെ മറിച്ച് സമസ്തയുടെ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചാൽ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന പൈസി ഈ പറഞ്ഞിരിക്കുന്ന പോട്ടർബേരൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വിവരമാണ് നിങ്ങൾക്ക് ദീനിലുള്ളത്? എന്ത് വിവരമാണ് നിങ്ങൾക്ക് ദീനിലുള്ളത്? അള്ളാഹുവിന്റെ റസൂല് ഖബറിൽ നിന്നുകൊണ്ട് ആരെയാണ് ദായിയായി നിശ്ചയിക്കുക? ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്ക്. ഇന്ന് നാട്ടിലേക്ക് പ്രബോധകനായി നിശ്ചയിക്കേണ്ട ചുമതല മരണശേഷവും നബിക്ക് ആണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നിയോഗിച്ചവരല്ലാതെ വേറെ ആള് ദൈവത്തിന് പോവോ? ചിന്തിക്കുക നിങ്ങൾ. എന്തിനാത്? അത് ഈ മഹാന്റെ മാത്രം പഠിപ്പിക്കുക, എന്നിട്ട് ഖബറിന്റെ അടുത്തേക്ക് ആളുകളെ ക്ഷണിക്കുക, എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക, എന്നിട്ട് അവിടെ വിജയിപ്പിക്കുക. അല്ലെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്.